മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസോൺ കലോത്സവത്തിലുണ്ടായ പോലീസ് ലാത്തിവീശലിൽ 5 SFI പ്രവർത്തകർക്ക് പരിക്ക്. SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ്, പാലക്കാട് സ്വദേശി ബിബിൻ, ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടത്തെ വിഷ്ണുമോഹൻ, തൃത്താല സ്വദേശി വൈഷ്ണവ്, ഒറ്റപ്പാലം സ്വദേശി അബു ഫാസിൽ എന്നിവരെയാണ് പരിക്കുകളോടെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മണ്ണാർക്കാട് SI അജാസുദ്ദീനും ഇവിടെ ചികിത്സയിലുണ്ട്. കലോത്സവത്തിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആശുപത്രിയിൽ സന്ദർശിച്ചു. മണ്ണാർക്കാട് SI തനി വാടക ഗുണ്ടയാണെന്നും SI ആക്കാൻ കൊള്ളില്ല എന്നും തിരിച്ചടിച്ചാൽ ആർക്കും അത് താങ്ങാനാവില്ല എന്നും EN സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട്ടിലെ ഒരു SI അയാൾ SI ആവാൻ കൊള്ളുന്നവനല്ല. അവൻ തനി ഒരു വാടക ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്രൂപ്പിൻ്റെ അംഗത്തെ പോലെയാണ് SFIയുടെ പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത്. ഒരു പ്രകോപനവുമില്ലാതെ ചർച്ച നടത്തുന്നു. ചർച്ചയിൽ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത്. പെട്ടെന്നാണ് SIയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെ പോലീസുകാരെ വെച്ച് SFIയുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. SFIക്കാരുടെ പ്രവർത്തകരെ, നേതാക്കളെ മാത്രമാണ് തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. അപ്പോൾ SI ഒരു ഗുണ്ടയെ പോലെയാണ് അജാസുദ്ദീൻ പെരുമാറിയിട്ടുള്ളത്. കേരളത്തിൽ എങ്ങനെയാണ് പോലീസ് നിയമം നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് പോലീസ് നയം ഈ കേരളത്തിൽ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് മണ്ണാർക്കാട്ടിലെ SI അതിക്രൂരമായി കുട്ടികളെ, ഒരു പ്രകോപനവുമില്ലാതിരുന്ന കുട്ടികളെ ഏകപക്ഷീയമായി അടിച്ച് ഒരു SFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ്റെ കയ്യിലെ 2 വിരലുകൾ തല്ലി ഓടിച്ചു. SIക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം SFI തീർക്കും. ബഹുജന പ്രസ്ഥാനവും അതിനൊപ്പം അതിൻ്റെ ഭാഗമായി ശക്തമായി നടപടി സ്വീകരിക്കുന്നതുവരെ സമരങ്ങളും പോരാട്ടങ്ങളും ഉണ്ടാകും. SFI തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവരല്ല. തങ്ങളെ രണ്ടാംകിടയായി കാണേണ്ട, നടപടിയെടുക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ വഴിയിൽ പോകുമെന്നും EN സുരേഷ് ബാബു SPയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഇതിപ്പോൾ അവിടെ ഒരു കേസ് പ്രവർത്തകനടിയില്ല. അവരും തല്ലണമെന്നല്ല ഞാൻ പറയുന്നത്. SFIക്കാർ മാത്രമാണ് അടി കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, രാവിലെ 3 മണിക്ക് ഒരു SFI പ്രവർത്തകനെ MSFകാരും KSUക്കാരും വന്ന് അടിച്ചിട്ട് 2 കൈനിയും തല്ലി ഓടിച്ചിരിക്കുന്നു. ആ കേസിൽ പോലും മൊഴിയെടുക്കാൻ പോലീസ് എത്തിയിട്ടില്ല. അല്ല, ഇത് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഒരു ഈ രണ്ടാംകടയായിട്ട് കണക്കാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ സർക്കാരിൻ്റെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം സഹിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല. അത് SP അത് മനസ്സിലാക്കണം. അല്ല, SI ഇത് വളരെ മോശമായിട്ടാണ്. നിങ്ങളത് ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അത് ആക്ഷൻ എടുക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ന്യായമായി ചെയ്താൽ മതി. CPMൻ്റെ ഭരണമാണ് എന്നുള്ളത് കൊണ്ട് SFIക്ക് ഒരു ആനുകൂല്യം തരണ്ട. ഞങ്ങളുടെ പിള്ളേർ അക്രമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായ ആക്ഷൻ എടുത്തോളൂ. പക്ഷേ അനാവശ്യമായിട്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെതിരെ ആക്ഷൻ എടുക്കാൻ ഒരു ഓഫീസർ എന്ന നിലയ്ക്ക്, നിങ്ങൾ ഉന്നത ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങൾ തയ്യാറാവണം. ഉറപ്പായിട്ടും അല്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വഴി ഇങ്ങനെ പോകില്ല. ഞങ്ങൾ വെറുതെ തല്ലുകൊള്ളാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ലല്ലോ. ഞങ്ങളെല്ലാ തല്ലും കൊള്ളണം, ഞങ്ങൾ തന്നെ മരിക്കും വേണം പറഞ്ഞാൽ എത്ര കാലം സഹിക്കാൻ പറ്റുക? ഞങ്ങളുടെ ഒരു വികാരം SP മനസ്സിലാക്കണം. UTV ന്യൂസ്, പാലക്കാട്.